നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമൊക്കെ ആയതിനാൽ ഒരു അരുവിയിലെ കാഴ്ച കാണാനാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയിൽ നിന്നും പാതാമ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ ഇടതുവശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റൂട്ടിൽ നിന്നും ഒരു 3 കിലോമീറ്ററോളം ഉൾഭാഗത്താണ് ഈ അരുവി സ്ഥിതി ചെയ്യുന്നത്. കുറേ കാലമായി പ്രദേശവാസികൾക്ക് മാത്രം അറിവുള്ള ഒരു അരുവിയായിരുന്നു ഇത്. ഇപ്പോൾ ഈ അരുവിയിലേക്കുള്ള വഴി നേരത്തെ ഒരു ഒറ്റയടി പാതയൊക്കെ ആയിരുന്നു. നല്ലൊരു റോഡൊക്കെ പണിത് ടാറിടാനുള്ള പരിപാടിയിലാണ്. ഇതൊരു ജൂൺ മാസമാണ്, മഴക്കാലം തുടങ്ങിയ സമയമാണ്. ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഹിറ്റാച്ചിയൊക്കെ മണ്ണെടുത്ത് ബൈക്കിന് പോകത്തില്ല, ഇപ്പം കാൽനടയായി പോകുന്നതായിരിക്കും ഇപ്പം നല്ലത്. ബൈക്ക് വെച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 200 മീറ്ററോളം കാൽനടയായി സഞ്ചരിക്കേണ്ടതുണ്ട്. ഇവിടെ JCB ഹിറ്റാച്ചിയൊക്കെ ഇപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലെല്ലാം മണ്ണെല്ലാം എടുത്തിട്ടിരിക്കുന്നു. ഇപ്പം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു 100 അടി അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു ഭാഗമാണ്. സൂക്ഷിച്ചൊക്കെ നടന്നു വേണം പോകാൻ. ഇടത് ഭാഗം വലിയ കൊക്കയാണ്, താഴോട്ട് വീണ് പോകാതെ സൂക്ഷിച്ചൊക്കെ വേണം നടന്നു പോകാൻ. ഗൈസ്, അങ്ങനെ നടന്ന് ഞാൻ ഏതാണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ തുടങ്ങി. വെള്ളച്ചാട്ടത്തിൻ്റെ ഏതാണ്ട് അടുത്തെത്തുകയും ചെയ്തു. ഇവിടെയെല്ലാം നല്ല സീനറിയുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഞാൻ പതിയെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതാണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ, ഇതിപ്പം മെയ് മാസം തീരുന്നതേ ഉള്ളൂ, വെള്ളച്ചാട്ടം സജീവമായി വരുന്നതേ ഉള്ളൂ. എങ്കിലും അത്യാവശ്യം വെള്ളമുണ്ട്. ഇപ്പം കുളിക്കാനൊക്കെ പറ്റിയ ഒരു സമയമാണ്. നീന്തലൊന്നും അറിയാത്തവരൊക്കെ ഇറങ്ങാതിരിക്കുക. ഞാൻ വന്നപ്പോൾ പ്രദേശവാസികളൊക്കെ ഇവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം താഴേക്ക് ഒഴുകുന്നത്. 280 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് ഒഴുകുന്നത്. വെള്ളച്ചാട്ടം പൂർണ്ണമായി അതിൻ്റെ വന്യമായ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. മഴക്കാലം കടുത്തു വരുന്നുണ്ട്. മഴക്കാലം കടുത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുവിയിലേക്കൊന്നും ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിലുള്ള കുത്തൊഴുക്കായിരിക്കും. ഇതിൻ്റെ താഴ്ഭാഗമെല്ലാം ഡീപ്പായിട്ടുള്ളൊരു ഭാഗമാണ്, വളരെ കുത്തനെയുള്ള ഭാഗമാണ്. കാൽവഴുതി താഴേക്ക് പോയി കഴിഞ്ഞാൽ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ടുള്ള വഴി റോഡ് പണി നടക്കുന്നതിനാലും മഴക്കാലമായതിനാലും ടൂറിസ്റ്റുകൾ ധാരാളമായി ഇങ്ങോട്ടിപ്പോൾ എത്തുന്നില്ല. മഴക്കാലമായതിനാൽ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ കുറവാണിപ്പോൾ എത്തുന്നത്. പ്രദേശവാസികൾ കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തുന്നുള്ളൂ. ഇവിടേക്കുള്ള റോഡ് പണികളും കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ സഞ്ചാരികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം. കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ റോഡാകും അന്നേരത്തേനും. പ്രധാന റോഡിൽ നിന്നും ഏതാണ്ട് ഒരു 4 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വരണം, എന്നാലേ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇത്. നല്ല വെള്ളമുള്ള സമയങ്ങളിലൊക്കെ ദൂരെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയങ്ങളിലൊക്കെ തന്നെ പ്രദേശവാസികളൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊക്കെ എത്തുന്നുണ്ട്. ഈ അരുവിയെപ്പറ്റി നന്നായി അറിയാവുന്ന ആൾക്കാരൊക്കെയാണ്, അതുകൊണ്ടാണ് അവരവിടെ കുളിക്കുന്നത്. ഈ അരുവിയെപ്പറ്റി യാതൊരു ധാരണയില്ലാത്തവരൊന്നും ഒരിക്കലും ഈ അരുവിയിൽ ഇറങ്ങാതിരിക്കുക, മരണപ്പെടാൻ തന്നെ സാധ്യതയുണ്ട്. പിന്നെ വലിയ മഴയുള്ള സമയങ്ങളിൽ കുളിക്കാതൊക്കെ ഇരിക്കുക. മുകളിൽ നിന്ന് കല്ലും മണ്ണും ഒക്കെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഞാനൊരു 5-6 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു, ഈ അരുവിയിൽ വന്നിരുന്നു. അന്നേരം ഇങ്ങോട്ടേക്ക് വഴികളൊന്നും ഇല്ലായിരുന്നു. വഴിയൊക്കെ വെട്ടിത്തെളിച്ച് വരേണ്ട ഒരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോൾ അതൊക്കെ മാറി ഇതൊരു പ്രമുഖ ടൂറിസ്റ്റ് പ്ലേസ് ആകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. JCBക്ക് ഇവിടെയെല്ലാം മണ്ണെടുത്ത് വൻതോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴക്കാലമായതിനാൽ പണി കുറച്ച് സ്ലോയിലാണ് നടക്കുന്നത്. അങ്ങനെ പതുക്കെ ഞാൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പതിയെ തിരിച്ചു പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.